ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ ഇന്ത്യ ഏണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റഷ്യൻ വെബ്സൈറ്റ് ആണ്. അതൊരു അഡ്വർടൈസിങ് വെബ്സൈറ്റ് ആണ്. നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ 50 ലൈക്കും 1000 വ്യൂസും ലഭിക്കുകയാണെങ്കിൽ ഒരു ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. ഗീവ് അവേ റൂൾസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വീഡിയോസിനെ കുറിച്ചുള്ള കമൻറ്റും കൂടാതെ പയർ അക്കൗണ്ട് ഡീറ്റെയിൽസും കമൻറ്റ് ചെയ്യുക. പയർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ലാത്തവർക്കായി രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞ റഷ്യൻ വെബ്സൈറ്റ് ആണിത്. നമുക്ക് ഇതിൽ നിന്ന് അഡ്വർടൈസിങ്ങുകൾ നമുക്ക് കൊടുക്കാം. പോപ്പ് അഡ്വർടൈസിങ്, ബാനർ അഡ്വർടൈസിങ്, അങ്ങനെ നിരവധി അഡ്വർടൈസിങ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതും വെറും ചീപ്പ് റേറ്റിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതൊരു റഷ്യൻ വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ചീപ്പായിട്ട് നമുക്ക് അഡ്വർടൈസിങ് കൊടുക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 20 റൂബിൾസ് കൊടുക്കുകയാണെങ്കിൽ 1000 ഇംപ്രഷൻസ് ആണ് ലഭിക്കുന്നത്. അതുപോലെ പോപ്പപ്പ് ആണെങ്കിൽ 70 റൂബിൾസ് കൊടുക്കാൻ 1000 ക്ലിക്സ് ആണ് കിട്ടുന്നത്. അതായത് 70 റൂബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവേർഷൻ വെച്ച് കഴിയുമ്പോൾ ഒരു റൂബിൾസ് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. ഈ സൈറ്റ് വഴി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി ഇതിൻ്റെ അതിൽ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഡാഷ്ബോർഡ്. നമുക്ക് അഡ്വർടൈസിങ് വേണമെങ്കിൽ ആഡ് ക്യാമ്പയിൻ കൊടുത്ത് നമുക്ക് അഡ്വർടൈസിങ് കൊടുക്കാം. അതേപോലെ തന്നെ സ്റ്റാർട്ട് ഏണിംഗ് ആണെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാം. അതും തികച്ചും സൗജന്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വെബ്സൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ നമ്മുടെ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ സാധാരണ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകൾ മാത്രം ബ്രൗസ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതല്ല. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഏണിങ്സിൽ പോവുക. ഏണിങ്സിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ബ്രൗസേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം. ഞാൻ ഇവിടെ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. ക്രോമിന് വേണ്ടിയിട്ട് ഞാൻ ക്രോം ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ ഇൻസ്റ്റാളിന് പകരം റിമൂവ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ വരുന്നതായിരിക്കും ലോഗിൻ ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് വിഡ്രോവൽ കൊടുത്തതാണ്. നമുക്കിതിൻ്റെ അകത്ത് കുറേ വിഡ്രോവൽ ഓപ്ഷൻസ് ഉണ്ട്. വെബ് മണി ഉണ്ട്. വെബ് മണീൻ്റെ 2 ഇത് വരുന്നുണ്ട്. WMR വരുന്നുണ്ട്, WZ വരുന്നുണ്ട്. കൂടാതെ പയർ അക്കൗണ്ട് ഡീറ്റെയിൽസും നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. എൻ്റെ വിഡ്രോവൽ ആണ് ഈ കാണുന്നത്. എൻ്റെ ഹിസ്റ്ററിയാണ്. ഞാൻ ഇതിനു മുമ്പ് 3/12/21 ഒരു റബ്ബാണ് ഞാൻ വിഡ്രോവൽ ചെയ്തത്. അതിന് ശേഷം 23/3 11.06 റബ്ബ് ഞാൻ വിഡ്രോവൽ കൊടുക്കുന്നത്. അത് നമ്മുടെ പയർ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്കാണ് കൊടുത്തത്. ഞാൻ പയർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പയറിൻ്റെ ഡാഷ്ബോർഡ്. ഇപ്പോൾ എൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 15.86 റബ്സ് ആണ് നമ്മുടെ ഇതിൻ്റെ ബാലൻസ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വന്നിരിക്കുകയാണ്. നമ്മുടെ പോപ്പപ്പിൽ പറയുന്നത് 30 സെക്കൻഡ് വ്യൂ ചെയ്യുകയാണെങ്കിൽ 0.06 പയർ റബ്ബ് നമുക്ക് ഏൺ ചെയ്യാവുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൗണ്ടിങ് കാണിക്കുന്നത് 30 സെക്കൻഡ്സ് കൗണ്ടിങ് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കിയോളൂ. ഇപ്പോൾ 0.09 ആണ് കേട്ടോ. നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് വേറെ എന്ത് ബ്രൗസിങ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൗണ്ടിങ് കഴിയുന്നതാണ്. ഓട്ടോമാറ്റിക് ഏണിങ് ചെയ്യുന്നത്. ഞാൻ പയറിൻ്റെ ഹിസ്റ്ററീസ് ഞാൻ കാണിക്കുന്നതാണ്. നമ്മൾ വിഡ്രോ ചെയ്ത 11.06 റബ്സ് നമ്മുടെ പയറിലേക്ക് ഇതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ
നമ്മൾ വ്യൂ കണ്ട പോപ്പിൻ്റെ ഇതിൻ്റെ കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരിക. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇതാ നമ്മളിപ്പോൾ ജസ്റ്റ് ഏൺ ചെയ്തിരിക്കുന്നു. സിമ്പിളാണ്. സിമ്പിളായിട്ട് ഏൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതേപോലെ തന്നെ ടാസ്കുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ചില ടൈമുകളിൽ യൂട്യൂബ് വീഡിയോസുകളൊക്കെ വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ആ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയാണ്. അത് ഇതുപോലെ തന്നെ നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ബ്രൗസർ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നോർമലായിട്ട് നിങ്ങൾ ബ്രൗസ് ചെയ്യുക. ഇതിനുവേണ്ടി നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കണ്ട, ഗീവ് അവേ നടക്കുന്നതാണ് എല്ലാ വീഡിയോസിനും ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.